എജുടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതും ഇക്വേഷനുകളൊന്നും ഡയറക്റ്റായി പരിചയപ്പെടാതെ തന്നെ ലളിതമായി ആ ക്രിയകളൊക്കെ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് ഇരട്ട സംഖ്യ അതുപോലെ ഒറ്റ സംഖ്യ എന്നിവയുടെ തുക കാണുന്നതുമായി ബന്ധപ്പെട്ടാണ്. തുടർച്ചയായ ഇരട്ട സംഖ്യയുടേതും അതുപോലെ ഒരു നിശ്ചിത സംഖ്യ മുതൽ തുടങ്ങുന്നതുമായ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കുകളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ തുക, 15 വരെയുള്ള ഒറ്റ സംഖ്യകളല്ല, 15 എണ്ണം ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടെത്തുക? ഇത് 15 എണ്ണമാണുള്ളത്. അഥവാ ആദ്യത്തെ 15 ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 15 ഒറ്റ സംഖ്യകളുണ്ടാകും. അപ്പോൾ എണ്ണം ഇൻറ്റു എണ്ണം എന്നതാണ് ഇത് കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ 15നെ 15 കൊണ്ട് തന്നെ ഗുണിക്കുക എന്നതാണ്. 15നെ 15 കൊണ്ട് ഗുണിച്ചാൽ 225 എന്ന് ലഭിക്കും. അപ്പോൾ ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 225 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? 20 ഇൻറ്റു 20 അപ്പോൾ എത്രയാണ്? സമം 400. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n² ആണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നമ്മൾ 9 ഒറ്റ സംഖ്യകളില്ല. 1 മുതൽ 9 വരെ ആകെ എത്ര സംഖ്യകളേ ഉള്ളൂ? 1, 3, 5, 7, 9 ഇത്ര സംഖ്യകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തരം കേസിൽ ചെയ്യേണ്ടത് 9 എന്ന സംഖ്യ എത്രാമത്തെ ഒറ്റ സംഖ്യയാണെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തുന്ന രീതി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏത് സംഖ്യയും എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് അല്ലെങ്കിൽ എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഒരു ടേബിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ ഇത്തരം കണക്കുകൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഏതായാലും 9 എന്ന് പറയുന്നത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? 9നോട് കൂടെ എന്ത് ചെയ്യണം? 9നോട് കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ 10 എന്ന് കിട്ടും. 10ൻ്റെ പകുതി എന്ന് പറയുന്നത് 5. 5ാമത്തെ ഒറ്റ സംഖ്യയാണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 9 വരെ 5 ഒറ്റ സംഖ്യകളാണുള്ളത്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. 1, 2, 3, 4, 5 ചെറിയ സംഖ്യ ആയതുകൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി തുക കാണാൻ ചെയ്യേണ്ടത് 5നെ 5 കൊണ്ട് തന്നെ ഗുണിക്കുക, അഥവാ എണ്ണത്തെ എണ്ണം കൊണ്ട് തന്നെ ഗുണിക്കുക. അപ്പോൾ 5 ഇൻറ്റു 5 സമം 25 ആണ് ഇതിൻ്റെ ആൻസർ. ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള വഴി എന്ന് പറയുന്നത് എണ്ണത്തെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5നെ 5 കൊണ്ട് ഗുണിച്ചു. അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം. 1 മുതൽ 75 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുകയാണ് കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ 75 എന്ന് പറയുന്നത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് എന്ന് കാണണം. അതിനായി 75നോട് കൂടെ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ 76 എന്ന് ലഭിക്കുന്നു. ഇതിൻ്റെ പകുതി കാണുന്നു. ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് 38 ആണ്. അപ്പോൾ 38ാമത്തെ സംഖ്യയാണ് 75 എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 75 വരെ 38 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പോൾ 38 ഗുണിക്കണം 38. 38നെ എണ്ണത്തെ എണ്ണം കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 38നെ 38 കൊണ്ട് ഗുണിച്ചാൽ 1444 എന്ന ആൻസർ ലഭിക്കും. ഇനി ഇരട്ട സംഖ്യയാണ് നമ്മൾ നോക്കുന്നത്. 2 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി 10 എന്ന് പറയുന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ്? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 10 എന്ന് പറയുന്നത് 10ൻ്റെ പകുതി എടുക്കുക, അഥവാ 5. 5ാമത്തെ ഇരട്ട സംഖ്യയാണ് 10 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 5. അതുപോലെ 10ാമത്തെ ഇരട്ട സംഖ്യയാണ് 20. 20ാമത്തെ ഇരട്ട സംഖ്യയാണ് 40. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഏതായാലും ഇവിടെ 10 എന്ന് പറയുന്നത് 5ാമത്തെ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ എണ്ണം 5 എന്ന് നമുക്ക് ലഭിച്ചു. ഒറ്റ സംഖ്യയുടെ കേസിൽ എണ്ണത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചിരുന്നു. ഇവിടെ അത് പറ്റില്ല. ഇരട്ട സംഖ്യയിൽ വേറെ രീതിയാണ്. ഇരട്ട സംഖ്യയിൽ 5നെ എന്ത് ചെയ്യണം? 5നോട് 1 കൂട്ടിയതിനെ ഗുണിക്കണം, 1 ആഡ് ചെയ്ത് ഗുണിക്കണം. 5 ഗുണിക്കണം 6 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ 30 എന്ന് ലഭിക്കും. ഒറ്റ സംഖ്യയാകുമ്പോൾ ഒറ്റയ്ക്ക് ഗുണിച്ചാൽ മതി, അഥവാ ആ സംഖ്യ കൊണ്ട് മാത്രം ഗുണിച്ചാൽ മതി. ഇരട്ട സംഖ്യയാകുമ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒറ്റ സംഖ്യയാകുമ്പോൾ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇരട്ട സംഖ്യയാകുമ്പോൾ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇരട്ട സംഖ്യയാകുമ്പോൾ 1 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 5 ഗുണം 6 എന്നാകും. അപ്പോൾ 30 എന്ന ആൻസർ ലഭിക്കും. അടുത്തത്
2 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് 80 എന്ന് പറയുന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണെന്ന് കണ്ടെത്തുന്നു. 80 എന്ന് പറയുന്നത് 40ാമത്തെ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 40 എന്ന ആൻസർ കിട്ടി. അങ്ങനെ കിട്ടിയാൽ 40 × 40 + 1 അങ്ങനെയാണ് ഗുണിക്കേണ്ടത്. 40നെ 40 + 1 കൊണ്ട് ഗുണിക്കുക, അഥവാ 40നെ 41 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1640 എന്ന് ആൻസർ ലഭിക്കും. അടുത്ത ചോദ്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. 35 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ്. 35 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടെത്തേണ്ടത്. ഈ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതുവരെ നമ്മൾ 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളും അതുപോലെ തന്നെ 1 മുതൽ തുടർച്ചയായ ഇരട്ട സംഖ്യകളും എന്ന രീതിയിലുള്ള കണക്കുകളാണ് ചെയ്തത്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവ 35 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 35 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഇത് രണ്ടും ആഡ് ചെയ്യാം. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ആഡ് ചെയ്യാം. ഇത് ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടി നോക്കുക. 35 കൂട്ടണം 49 എന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് ലഭിക്കും? 1 84 എന്ന് ലഭിക്കും. 84 എന്ന് ലഭിച്ചാൽ ഇതിൻ്റെ പകുതി എടുക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 84ൻ്റെ അഥവാ കിട്ടിയ ഉത്തരത്തിൻ്റെ പകുതി എടുക്കണം. അപ്പോൾ ആൻസർ എന്ത് ലഭിക്കും? 42 എന്ന ഉത്തരം ലഭിക്കും. ഇപ്പോൾ സ്റ്റെപ്പ് 1 പൂർത്തിയായി. സ്റ്റെപ്പ് 1 പൂർത്തീകരിച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ എത്ര എണ്ണമുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. എത്ര എണ്ണം ഒറ്റ സംഖ്യകളുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് 49ൽ നിന്ന് അവസാന സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക എന്നതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 49ൽ നിന്ന് 35 കുറയ്ക്കണം. 49 - 35. അപ്പോൾ ആൻസർ എന്ത് ലഭിക്കും? 14 എന്ന് ലഭിക്കും. ഈ 14നെ 2 ഭാഗമാക്കണം. കിട്ടിയ ഉത്തരത്തെ 2 കൊണ്ട് ഹരിക്കണം. സ്റ്റെപ്പ് ഓരോന്നും നോട്ട് ചെയ്യുക. ഇതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 7 എന്ന ആൻസർ കിട്ടും. 7നോട് കൂടെയാണ് 1 കൂട്ടേണ്ടത്. അപ്പോൾ 8 എന്ന ആൻസറാണ് ലഭിക്കുക. എണ്ണം കണ്ടെത്തുന്ന രീതി ഒന്നും കൂടെ പറയുന്നു. അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുന്നു, കിട്ടിയ ഉത്തരത്തെ പകുതിയാക്കുന്നു, പകുതിയോടുകൂടെ 1 ആഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് എണ്ണം കണ്ടെത്തുക. ഇപ്പോൾ നമ്മൾ തുകയുടെ പകുതി, ഈ തുകയുടെ പകുതിയും കണ്ടെത്തി, എണ്ണവും കണ്ടെത്തി. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ ലഭിക്കും. അപ്പോൾ 42 ഗുണിക്കണം 8 എത്രയാണ് ആൻസർ? 336 എന്ന ഉത്തരം കിട്ടും. ഇവിടെ എണ്ണം കണ്ടെത്തുന്നതിന് വേണ്ടി അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറച്ച് അതിൻ്റെ പകുതി എടുത്ത് 1 കൂട്ടുകയാണ് ചെയ്തത്. എന്തിനാണ് പകുതി എടുത്ത് 1 കൂട്ടുന്നത് എന്ന് വ്യക്തമാക്കി തരാം. അതിനായി 1 മുതൽ 9 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടെത്തി നോക്കാം. ഇത് 9 എന്ന് പറയുന്നത് എണ്ണമല്ല. 9 വരെ എന്ന് പറയുമ്പോൾ 1, 3, 5, 7, 9 ഇങ്ങനെ 1, 2, 3, 4, 5 നമ്പറുകളാണുള്ളത്. ഈ 5 നമ്പറുകൾ എന്ന് വലിയ സംഖ്യ തന്നാൽ നമുക്ക് ഇങ്ങനെ എണ്ണി കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ എണ്ണം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ ചെയ്യാൻ പോവുകയാണ്. 1 മുതൽ 9 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് ചെയ്യേണ്ടത് അവസാന സംഖ്യ മൈനസ് ആദ്യ സംഖ്യ. അപ്പോൾ 9ൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 8 എന്ന് കിട്ടുന്നു. ഇതിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 4 എന്ന് കിട്ടും. ഈ 4നോട് കൂടെ 1 ആഡ് ചെയ്യണം. അഥവാ നമ്മൾ ആദ്യം 1 മൈനസ് ചെയ്ത ഒന്നുണ്ടല്ലോ, അത് ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ 5 എന്ന് ലഭിക്കും. 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യകൾ ആണ് ഇവിടെ എഴുതിയത്. ഇരട്ട സംഖ്യ അതിൻ്റെ ഇടയിലുണ്ട്. അത് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉത്തരം എങ്ങനെയാണ് വന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? 9ൽ നിന്ന് 1 മൈനസ് ചെയ്തു. അപ്പോൾ അതോടുകൂടി 1 ഇവിടെ കുറഞ്ഞു പോയി. ഇനി ബാക്കിയുള്ള നമ്പറുകൾ 1, 2, 3, 4, 5, 6, 7, 8 നമ്പറുകളുണ്ട് എന്ന് കിട്ടി. ഈ 8 നമ്പറിൽ 4 എണ്ണം ഇരട്ട സംഖ്യയാണ്. കണ്ടോ? 4 എണ്ണം ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 8ൽ നിന്ന് 4 എന്ന ആൻസർ കിട്ടണമെങ്കിൽ ഈ പകുതി ഇതിൽ നിന്ന് ഒഴിവാക്കണം. 8ൻ്റെ പകുതി ഇതിൽ നിന്ന് ഒഴിവാക്കണം, എന്നാലേ ഒറ്റ സംഖ്യ കിട്ടുള്ളൂ. കാരണം ബാക്കി 4 എണ്ണം ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ടാണ് 9ൽ നിന്ന് 1 കുറച്ചപ്പോൾ കിട്ടിയ 8നെ 2 കൊണ്ട് ഹരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതിലുള്ള ഇരട്ട സംഖ്യകളെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. അപ്പോൾ 1, 2, 3, 4 എന്ന് കിട്ടി. എന്നിട്ട് പിന്നെ ആദ്യം നമ്മൾ കുറച്ച 1നെ കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ 5 എന്ന് ലഭിക്കുന്നു. അങ്ങനെ 1, അതുപോലെ 2,
3, 4, 5 ഇങ്ങനെ ഈ 5 നമ്പറുകൾ അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം 390 മുതൽ 410 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്നാണ്. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും കാണുന്നതിനുള്ള രീതി സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് രണ്ടാമത്തത് ഇരട്ട സംഖ്യയിലേക്ക് കടന്നത്. ഇവിടെയും നമ്മൾ ചെയ്യാനുള്ള പ്രോസസ്സ് തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ഓക്കെ, 390 കൂട്ടണം 410, അപ്പോൾ ആൻസർ എന്ത് ലഭിക്കും? 800 എന്ന് കിട്ടും. 800 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പകുതി കാണണം. 800ൻ്റെ പകുതി എന്ന് പറയുന്നത് 400 ആണ്. അപ്പം 400 എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ ആദ്യം എത്തിച്ചേർന്നു. ഇനി രണ്ടാമതായി കാണേണ്ടത് ഇത്രയും 390 മുതൽ 410 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്ര എണ്ണമുണ്ട് എന്നാണ് രണ്ടാമത് കാണേണ്ടത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതാണ്. അതിനുവേണ്ടി 410 നിന്ന് അഥവാ അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ മൈനസ് ചെയ്യണം. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? 20 എന്ന് ലഭിക്കുന്നു. 20 എന്ന് ലഭിച്ചാൽ 20നെ 2 ഭാഗമാക്കുന്നു അഥവാ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 10 എന്ന് കിട്ടുന്നു. 10നോട് കൂടെ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ 11 എന്ന ആൻസറിലേക്ക് എത്തുന്നു. അപ്പോൾ 11 നമ്പറുകളാണ് ഇതിൻ്റെ ഇടയിലുള്ളത്, ഇരട്ട സംഖ്യകളായിട്ടുള്ളത്. അപ്പോൾ ഈ 2 ആൻസറുകൾ കിട്ടിയാൽ ഇത് രണ്ടും ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 400 ഗുണിക്കണം 11 സമം 4400 എന്ന ആൻസർ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആദ്യമായി പറഞ്ഞത് 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ്. അങ്ങനെ കാണാൻ വേണ്ടി എണ്ണത്തെ എണ്ണം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. എത്ര എണ്ണമുണ്ടോ അത്രയും എണ്ണത്തെ ഗുണിക്കുക. എണ്ണം ഇൻറ്റു എണ്ണം. 1 മുതൽ തുടർച്ചയായ ഇരട്ട സംഖ്യകളാകുമ്പോൾ എണ്ണത്തെ എണ്ണത്തിനോടുകൂടെ 1 കൂട്ടുക എന്നിട്ട് ഗുണിക്കുക. അപ്പോൾ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് എണ്ണത്തെ എണ്ണം കൊണ്ട് ഗുണിക്കുക. ഇരട്ട സംഖ്യയാകുമ്പോൾ എണ്ണത്തെ എണ്ണത്തോടുകൂടെ 1 കൂട്ടിയത് കൊണ്ട് ഗുണിക്കുക. ഇത് രണ്ടുമാണ് ആദ്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കേസ് വരുന്നത് ഒരു നിശ്ചിത സംഖ്യയിൽ നിന്ന് തുടങ്ങുന്ന ഒറ്റ സംഖ്യകളാണെങ്കിൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുന്നു. എങ്ങനെ? ഒന്നും കൂടെ പറയാം. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ആഡ് ചെയ്യുന്നു, അതിൻ്റെ പകുതി എടുക്കുന്നു. എന്നിട്ട് ആ സീരീസിൽ വരുന്ന ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ രണ്ടും സെയിമാണ്, സെയിം രീതിയാണ്. അതിൽ എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടെത്തുന്നു. ആ എണ്ണത്തെ ഈ നമ്പർ കൊണ്ട് ഗുണിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒറ്റ സംഖ്യയാണെങ്കിലും ഇരട്ട സംഖ്യയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ആഡ് ചെയ്യുന്നു, അതിൻ്റെ പകുതി എടുക്കുന്നു. ആ സീരീസിൽ എത്ര എണ്ണമുണ്ടെന്ന് കണ്ടെത്തുന്നു, ആ എണ്ണത്തെ ഈ നമ്പർ കൊണ്ട് ഗുണിക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറും ലഭിക്കും. ഇനി അടുത്തതായിട്ട് എണ്ണം കണ്ടെത്തുന്ന രീതിയാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒന്ന്. എണ്ണം കണ്ടെത്താൻ വേണ്ടി അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുന്നു, ഉത്തരത്തിനെ പകുതിയാക്കുന്നു. എന്നിട്ട് ആ പകുതിയോടുകൂടെ 1 ആഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എണ്ണവും ലഭിക്കുന്നതാണ്. ഇതുപോലത്തെ വീഡിയോ വീണ്ടും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്